ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ടാണ് മലയാള സിനിമ മറ്റുള്ള ഇൻഡസ്ട്രികൾക്ക് മുമ്പിൽ തലയോർത്തി നിൽക്കുന്നത്? അത് കൊടുക്കുന്ന വൈവിധ്യമാർന്ന കണ്ടന്റുകൾ കൊണ്ടാണ്. കൊറോണ പീരീഡിന് ശേഷം നമ്മൾ കണ്ടു എത്രമാത്രം റെക്കഗ്നിഷനാണ് മലയാള സിനിമക്ക് പുറത്തു നിന്ന് ലഭിക്കുന്നത് എന്ന്. അങ്ങനെയുള്ള സിനിമകളുടെ ലിസ്റ്റിലേക്കുള്ള ഒരു ലേറ്റസ്റ്റ് എൻട്രിയാണ് കിഷ്കിന്ധാ കാണ്ഡം. നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു ഫ്രഷ് സബ്ജക്റ്റ്, അതിൻ്റെ അതിഗംഭീരമായ എക്സിക്യൂഷൻ, മികച്ച പെർഫോമൻസ്, ദുരൂഹത നിറഞ്ഞ BGM, അതിമനോഹരമായ ഫ്രെയിംസ്, ഇതിൻ്റെ ഒക്കെ ഒരു കൾമിനേഷനാണ് കിഷ്കിന്ധാ കാണ്ഡം. ഇതിൽ കൊമേഴ്സ്യൽ എലമെന്റ്സ് വളരെ കുറവാണ്. ഫസ്റ്റ് ഹാഫ് നല്ല സ്ലോ ആണ്. ഇതിന്റെ ജോണർ തന്നെ ഒരു സ്ലോ പേസ്ഡ് സസ്പെൻസ് ഡ്രാമ എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഡാൻസ് ഇല്ല, പാട്ടില്ല, ആക്ഷൻ ഇല്ല, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലിംഗ് മൊമെന്റ്സ് അധികമില്ല. അതുകൊണ്ട് തന്നെ എത്രമാത്രം 100% ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ഒരു നല്ല സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക്, നല്ലൊരു സിനിമാ പ്രേമിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. 2 മണിക്കൂർ 6 മിനിറ്റാണ് ദൈർഘ്യം. ആദ്യത്തെ പകുതി ഏകദേശം 1 മണിക്കൂർ നല്ല സ്ലോ ആണ്. പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്നത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. വയനാടിലെ തിരുനെല്ലിക്കടുത്തുള്ള കാലേപാത്തി എന്നുള്ള സ്ഥലത്താണ് ഇതിന്റെ ഷൂട്ടൊക്കെ നടന്നിരിക്കുന്നത്. നല്ല പച്ചപ്പുള്ള സ്ഥലം, കുരങ്ങന്മാറും അങ്ങനെ കിളികളെ സൗണ്ട്, ഇവരുടെ വീട് ആസിഫ് അലി, അപർണ ബാലമുരളിയൊക്കെ താമസിക്കുന്ന ആ വീടുള്ള ലൊക്കേഷനൊക്കെ അതിമനോഹരമാണ്. അങ്ങനെ സ്ലോ ആയി പോകുന്ന ഫസ്റ്റ് ഹാഫ് ഒരു ക്ലിഫ് ഹാങ്ങറിൽ സ്റ്റോപ്പ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ പിന്നെ അങ്ങനെ ലാഗ് മൊമെന്റ്സ് ഒന്നുമില്ല. നല്ല രീതിയിലുള്ള BGM, സെക്കൻഡ് ഹാഫിലാണ് BGMന്റെ എഫക്റ്റ് വരുന്നത്. ഒരു മിസറി ഫീലിംഗ് കൊടുക്കുന്ന BGM ത്രൂ ഔട്ട് അങ്ങനെ കൊടുത്തിട്ട് എവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല പടം. പിന്നെ ക്ലൈമാക്സ് വരെ ഒരു പ്രത്യേക മൂഡിൽ അങ്ങോട്ട് പോക്കാണ്. ക്ലൈമാക്സ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് ഒരു തരത്തിലും ഗസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈന് എന്ന് വെച്ച് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ എന്ന് കരുതേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മൂഡിലല്ല ഈ പടം പോകുന്നത്. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ കാർഡ് റിലേറ്റഡ് ആയ ചെറിയൊരു സബ്ജക്റ്റ് ആണ്. അച്ഛൻ മകൻ ബന്ധമൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഒപ്പീനിയൻ വീഡിയോസിൽ പറയുന്നത് പോലെ ഇതിന്റെ ത്രെഡ് ഞാൻ പറയാൻ തയ്യാറല്ല. കാരണം അത് പറഞ്ഞാൽ തന്നെ സ്പോയിലർ ആയി പോകും. അതുകൊണ്ട് ഒന്നും അറിയാതെ കാണുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒരു വെറൈറ്റി സ്റ്റോറി എഴുതിയ ആളെ എന്തായാലും പരാമർശിക്കണമല്ലോ. ബാഹുൽ രമേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കഥ മാത്രമല്ല, സിനിമാറ്റോഗ്രാഫിയും അദ്ദേഹത്തിന്റെ തന്നെയാണ്. അങ്ങനെ നല്ലൊരു കഥയെ എക്സിക്യൂട്ട് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തിച്ചത് സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ. പെർഫോമൻസിലേക്ക് വന്നാൽ വിജയരാഘവന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. പൂക്കാലത്തിലൊക്കെ അദ്ദേഹം അതിഗംഭീര ആക്ടിംഗ് ആയിരുന്നു. പക്ഷെ ഇതിലെ പെർഫോമൻസിനോട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു സംഭവം ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അടുത്ത വർഷത്തെ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വിജയരാഘവന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആസിഫ് അലിയാണ് ഹീറോ എന്നുള്ളത് കൊണ്ട് മികച്ച സഹനടനാകാനും മതി. ആസിഫ് അലി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആസിഫ് അലി 2.0 ആണ്. തലവൻ, അമിഗോ അഡിയോസ്, ലെവൽ ക്രോസ്, കിഷ്കിന്ധാ കാണ്ഡം, 4 ജോണർ, 4 ടൈപ്പ് കഥാപാത്രങ്ങൾ, 4 തരത്തിലുള്ള പെർഫോമൻസ്. ആസിഫ് അലിയുടെ ഒരു കൊല്ലത്തെ, അതായത് ഒരു കൊല്ലം ആയില്ല, ഇപ്പം സെപ്റ്റംബർ നടന്നുകൊണ്ടിരിക്കലാണ്, അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് സെലക്ഷൻ, സ്ക്രിപ്റ്റ് സെലക്ഷൻ, അതിന് നമ്മളൊരു സല്യൂട്ട് കൊടുക്കേണ്ടി വരും. 80s-ലും 90s-ലൊക്കെ മോഹൻലാൽ ചെയ്ത പോലെ തരത്തിലുള്ള വെറൈറ്റി കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം. നമ്മുടെ യുവ നടന്മാർക്ക് പണ്ടത്തെ മോഹൻലാലിനുണ്ടായ സതയം, ഭ്രമരം, അല്ലെങ്കിൽ മമ്മൂട്ടിക്കുണ്ടായ ഭൂതക്കണ്ണാടി, മതിലുകൾ, തനിയാവർത്തനം, ഇതുപോലത്തെ ഐറ്റമൊക്കെ യുവ നടന്മാർക്ക് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ആ ഒരു ലിസ്റ്റിലേക്ക് ആസിഫ് അലിയുടെ ഫിലിമോഗ്രാഫിയിൽ എടുത്തു വെക്കാൻ പറ്റിയൊരു സിനിമയാണ് കിഷ്കിന്ധാ കാണ്ഡം. ഇനി അപർണ ബാലമുരളി, അവർ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, ഭയങ്കര മെച്യൂർഡായിട്ടുള്ള ഒരു ആക്ടിങ്, ഒരു സ്ഥലത്തും ബോറടിപ്പിക്കുന്നില്ല. നല്ല ക്ലാസ് ആക്ടിങ് ആണ് അപർണ കാഴ്ചവെച്ചിരിക്കുന്നത്. ബാക്കി സൈഡ് റോളുകളിൽ അശോകനുണ്ട്, ജഗദീഷ് ഉണ്ട്, മേജർ രവി ഉണ്ട്. കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, നല്ല ഒന്നാന്തരം മ്യൂസിക്, അതിനൊത്ത് അതിഗംഭീര പെർഫോമൻസ്. ഇത് ഞാൻ ഇടക്കിടക്ക് പറയേണ്ടി വരുന്നത് അത്രയും മികച്ച പെർഫോമൻസുകൾ ആയതുകൊണ്ടാണ്. ഓണം റിലീസുകൾ അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ ലിസ്റ്റ് പൊതുവെ ഇങ്ങനെ ആയിരിക്കും: 1 ARM, 2 കൊണ്ടൽ, 3 ബാഡ് ബോയ്സ്, 4ാമത് മാത്രമേ കിഷ്കിന്ധാ കാണ്ഡം വരികയുള്ളൂ. കാരണം എന്റർടൈൻമെന്റ് വാല്യൂ ഇല്ല, കൊമേഴ്സ്യൽ എലമെന്റ്സ് ഇല്ല, റിപ്പീറ്റ് വാല്യൂ ഇല്ല. പക്ഷേ ഒരു പറ്റം ഓഡിയൻസിനെ, സിനിമാ പ്രേമികളെ അട്രാക്ട് ചെയ്യാനുള്ള കണ്ടന്റ് ഈ സിനിമക്ക് ഉണ്ട്.
അതുകൊണ്ട് തന്നെ പടം സൂപ്പർ ഹിറ്റ് ആവും. പക്ഷേ എല്ലാത്തരം ഓഡിയൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. 0.5 കുറച്ചത് ആദ്യത്തെ പകുതിയിലുള്ള ചെറിയൊരു ലാഗ്. അത് പക്ഷേ ആ ലാഗ് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ.